സാധനം കയ്യിലുണ്ടോ? വിജയൻ്റെയും ദാസിൻ്റെയും ജോലി പിടിച്ച് നമുക്ക് ദുബായ് മണലാരണ്യത്തിലേക്കൊന്ന് പോയാലോ. ആദ്യം മിറക്കിൾ ഗാർഡൻ ആയിരുന്നു, മനോഹരമായ പുഷ്പാലങ്കൃതമായ ഒരു ഗാർഡൻ. തുടർന്ന് ഡ്രാഗൺ മാർട്ടിൽ പോയി, ലോകത്തെ ഏറ്റവും വലിയ ചൈനീസ് മാർക്കറ്റ്. തുടർന്നൊരു മീറ്റിംഗ് എല്ലാം കൂടി ദുബായ് മോൾ സന്ദർശിച്ചു. അതിൻ്റെ തൊട്ടടുത്തുള്ള ബുർജ് ഖലീഫ, അവിടെ ലൈറ്റ് എഫക്റ്റുകളെല്ലാം ധാരാളം ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല നല്ല പിക്ചേഴ്സ് എടുക്കാൻ പറ്റി. ദുബായിലെ പഴയ ചില അറബിക് സ്ട്രക്ചേഴ്സ് എല്ലാം കണ്ടതിന് ശേഷം മോൾ ഓഫ് എംബ്രേസ്, ദുബായിൽ മൂന്നാമതൊരു മോളും കൂടെ സന്ദർശിച്ചു. ബട്ടർഫ്ലൈ ഗാർഡൻ ആയിരുന്നു അടുത്തത്. പാറിപ്പറന്ന് കിടക്കുന്ന പൂമ്പാറ്റകൾ നമ്മുടെ ദേഹത്തെല്ലാം തൊട്ടുരുമിയിരിക്കുന്നു. ഇത്രയധികം പൂമ്പാറ്റകൾ ഇതുവരെ കണ്ടിട്ടില്ല. അടുത്തത് ജബൽ ജെയ്സ്, UAE ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ദുബായിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അത് തന്നെയാണ് കേട്ടോ. മറ്റൊരു ലോകത്തേക്ക് മാടി വിളിക്കുന്ന പോലെ വ്യത്യസ്തമായ ഒരു ഭൂപ്രകൃതിയായിരുന്നു. അതിരാവിലെ എഴുന്നേറ്റ് അൽകുദ്ര തടാകത്തിൽ സൂര്യോദയം കണ്ടത് ഒരു നഷ്ടമായിരുന്നില്ല. പിന്നെ ചില മീറ്റിങ്ങുകളെല്ലാം കൂടി. ബുർജ് അൽ അറബ്, ദുബായ് എന്ന് കേൾക്കുമ്പോൾ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന ആദ്യത്തെ ചിത്രം അത് തന്നെയാണല്ലേ. തുടർന്ന് ചില സാംസ്കാരിക കെട്ടിടങ്ങൾ കണ്ടു. ഗ്ലോബൽ വില്ലേജ് കാണാനുള്ള ഒരു അവസരം ലഭിച്ചിരിക്കുകയാണ്. ലോകത്തെ ഏതാണ്ട് 90ഓളം രാജ്യങ്ങൾ ഒത്തുചേരുന്ന ഒരു മഹാമേള, ഒരു സാംസ്കാരിക സംഗമം, ഒരു വൻ ഷോപ്പിംഗ് അനുഭവം. ഓരോ കോണിലും വ്യത്യസ്ത വർണ്ണക്കൂട്ടുകളും ഛായാചിത്രങ്ങളും. കാണാൻ കൊതിച്ച രാജ്യങ്ങളെല്ലാം കൺമുന്നിൽ ഒരൊറ്റ കുടക്കീഴിൽ. ഡെസേർട്ട് സഫാരി, കടലിനക്കരെ പോയിട്ട് മരുഭൂമിയൊന്നും എടുത്തറിയണ്ടേ. ഡ്യൂൺ ബാഷിംഗ് അഥവാ മണൽക്കൂന തകർത്തുള്ള ജീപ്പ് സഫാരി ശ്വാസം പിടിച്ചിരുന്നതിനാൽ ക്യാമറയിൽ പിടിക്കാൻ സാധിച്ചില്ല. എങ്കിലും ഒട്ടകപ്പുറത്തേറിയുള്ള മരുപ്രയാണത്തിലൂടെയുള്ള മനോഹരമായ ചില നിമിഷങ്ങൾ ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ സാധിച്ചു. അറബി വേഷധാരികളായ ഷെയ്ഖും ബീവിയും മണലിൽ വിരിച്ച പർവ്വതാനിയിൽ കിടന്ന് കലാരൂപങ്ങൾ ആസ്വദിച്ചു. അവസാന ദിവസം ദുബായ് ഡോൾഫിൻ ഹെറിറ്റിൽ സ്പെൻഡ് ചെയ്തു. അവിടെ ഡോൾഫിൻ്റെ മനോഹരമായ ചില കളികളെല്ലാം ആസ്വദിച്ചു. ദുബായ് ബീച്ചിൽ സൈക്ലിംഗ്. ഗുഡ് ബൈ ദുബായ്.